ആലപ്പുഴ ജില്ലയിലെ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വിജനമായ കുറ്റിക്കാട്ടിൽ നിന്നും മനുഷ്യന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവം തീരദേശ മേഖലയിൽ വലിയ ഞെട്ടലിനും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ ദേശീയപാതയിലൂടെ കടന്നുപോയ ഒരു ലോറി ഡ്രൈവർ കാട്ടിലേക്ക് കയറിയപ്പോഴാണ് ഈ ഭീകര ദൃശ്യം ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ആകസ്മികമായ കണ്ടെത്തൽ മാസങ്ങളായി മറഞ്ഞിരിക്കുന്ന ഒരു ദുരൂഹതയുടെ ചുരുളുകൾ അഴിക്കാൻ പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ചേർത്തല ഡിവൈഎസ്പി CA ലൈസാദ് മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പ്രാഥമിക വിലയിരുത്തലിൽ ഇതൊരു പുരുഷന്റേതാണെന്ന് തോന്നിക്കുന്ന അസ്ഥികൂടമാണെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. എന്നാൽ മൃതദേഹത്തിന് മാസങ്ങളോളം പഴക്കമുണ്ടെന്ന കണ്ടെത്തൽ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കാലപ്പഴക്കത്താൽ എല്ലുകൾ വേർപെട്ട് പലയിടങ്ങളിലായിട്ടാണ് കിടന്നിരുന്നത്. തലയോട്ടയിൽ നിന്നും താടിയെല്ല്, തുടയെല്ല്, കൈകാലുകളിലെ എല്ലുകൾ എന്നിവ വിട്ടുമാറി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന സംശയത്തിനും ഇടയാക്കുന്നുണ്ട്. അസ്ഥികൂടം കിടന്ന സ്ഥലത്തിന് സമീപത്തു നിന്ന് ഒരു ജോഡി ചെരുപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചെരുപ്പുകൾ മരിച്ചയാളുടേതാണോ അതോ അന്വേഷണത്തിൽ വഴിത്തിരിവായേക്കാവുന്ന മറ്റെന്തെങ്കിലും സൂചനകളാണോ നൽകുന്നത് എന്നത് ഫോറൻസിക് പരിശോധനകൾക്ക് മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഫോറൻസിക് വിദഗ്ധരും ശാസ്ത്രീയ പരിശോധന വിഭാഗവും സംഭവസ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹാവശിഷ്ടങ്ങൾ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനും വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്കുമായി മാറ്റിയിരിക്കുകയാണ്. പരിശോധനകളിലൂടെ മരിച്ച വ്യക്തിയുടെ ലിംഗം, ഏകദേശം പ്രായം, മരണം സംഭവിച്ച കാലയളവ്, മരണകാരണം എന്നിവ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അസ്തിത്വപരമായോ അല്ലാതെയോ മുറിവുകളോ മറ്റു പരിക്കുകളോ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഫോറൻസിക് റിപ്പോർട്ട് നിർണായകമാകും. ഈ പ്രദേശം ആളൊഴിഞ്ഞ കുറ്റിക്കാടായതിനാൽ ഇവിടെ അവശിഷ്ടങ്ങളും കോഴി മാലിന്യങ്ങളും കൊണ്ടുവന്ന് തള്ളുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ദുർഗന്ധം കാരണം ആരും ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. ഈ ദുർഗന്ധത്തിന്റെ മറവിൽ മാസങ്ങളോളമാണ് ഒരു മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടം ഇവിടെ കിടന്നത്. ഈ പ്രാദേശികമായ പ്രത്യേകത ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും ആകസ്മിക മരണമാണോ എന്ന ചോദ്യമാണ് പോലീസ് ഇപ്പോൾ നേരിടുന്നത്. അന്വേഷണത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പ്രദേശത്ത് CCTV ക്യാമറകൾ ഇല്ലാത്തതാണ്. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് ക്യാമറ നിരീക്ഷണങ്ങൾ ഇല്ലാത്തത് മൃതദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടവരെ കുറിച്ചോ അല്ലെങ്കിൽ മരണം നടന്ന സാഹചര്യത്തെ കുറിച്ചോ ഉള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പോലീസിന് തടസ്സമുണ്ടാക്കുന്നു. എങ്കിലും ചേർത്തല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ചേർത്തല, അർത്തുങ്കൽ, പട്ടണക്കാട് എന്നീ സമീപ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ കാണാതായ ആളുകളുടെ പട്ടിക പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പട്ടികയിലെ വ്യക്തികളുമായി കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ എന്തെങ്കിലും സാമ്യമുണ്ടോ അല്ലെങ്കിൽ കണ്ടെത്തിയ ചെരുപ്പുകളുമായി ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. കാണാതായവരുടെ കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. അറിവ് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും മനുഷ്യമായി തള്ളുന്ന ഇത്തരം സ്ഥലങ്ങൾ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും വേദിയാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത്. പ്രാദേശിക ഭരണകൂടവും പോലീസും ചേർന്ന് ഇത്തരം സ്ഥലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. മൃതദേഹം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇത് കൊലപാതകമാണോ അതോ മറ്റ് കാരണങ്ങളാൽ സംഭവിച്ച മരണമാണോ എന്ന് ഉറപ്പിക്കാനും സാധിക്കൂ. ആരാണ് ആ വ്യക്തി, എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്, എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ചേർത്തല പോലീസ്. ഈ ദുരൂഹത മറ നീക്കി പുറത്തു വരാനായി കാത്തിരിക്കുകയാണ് ചേർത്തല നിവാസികളും പൊതുസമൂഹവും.